ये क्या है? ये वाला പഹലെ ഓക്കെ 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 സോറി ട്ടോ. ഈ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മൾ പറഞ്ഞില്ല ഓയിൽ ഊറ്റിയെടുക്കാൻ പറ്റുന്ന സാധനം. അതായത് ഈ സാധനം വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം കേട്ടോ. വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുതിർത്തുകയാണ്. कितना दिन डालेगा? 2 महीना 2 महीना 2 महीने ऐसा रखने के लिए चाहिए. ऐसा रखने के चाहिए. 2 മാസം 2 മാസം फिर डालेगा उसमें डालेगा. അപ്പൊ സംഭവേ ഇതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കണെന്ന് വെച്ചാൽ 2 മാസം ഇതേപോലെ ഈ സാധനമാണ് ഇതിട്ടോ. ഇതിപ്പോ കറുത്ത കളറായത്, അതായത് ചീഞ്ഞ മണായിക്കാണ്ട് വരുന്നുണ്ട്. പക്ഷെ ഈ സാധനം ഇങ്ങനെ 2 മാസം ഇട്ട് വെച്ചിട്ടാണ് പിന്നെ ആ ഡ്രമ്മക്ക് ഇടട്ടോ. പിന്നെയാണ് അയി കത്തിച്ച് കണ്ട് അതിൻ്റെ അടിയിൽ നമ്മൾ ഗ്യാപ്പ് ഉണ്ടല്ലോ ഇവിടെ, ഈ ഗ്യാപ്പിൽ ഇങ്ങനെ തീ കൊടുക്കും. ആ സാധനം 2 മാസം കഴിഞ്ഞാൽ ഇതിലേക്ക് ഇടും. ഇതിപ്പോൾ പ്രൊസീജിയർ കഴിഞ്ഞ് ഈ ഓയിൽ കിതറേ ഗർപ്പ. അപ്പോൾ ഇത് പ്രൊസീജിയർ കഴിഞ്ഞ് കിട്ടാ. ഈ സാധനം ഇപ്പം ഇങ്ങനെ കണ്ടാണ് പക്ക പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട്. വെള്ളം കാര്യങ്ങളൊക്കെ പോയിട്ടേ ചെറിയ ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ പിന്നെ നമുക്ക് ഇനി ബഹൂർ ഉണ്ടാക്കാം. ഈ സാധനം നമുക്ക് അതേപോലെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണില്ലേ, അതേപോലെ ഓയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബഹൂറാക്കാം കേട്ടോ. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പ്രൊസീജിയറാണ്, ഒന്നും ഒഴിവാക്കാനില്ല. ഒരു മരം കിട്ടിക്കഴിഞ്ഞാൽ അറിയണവനക്ക് ഫുള്ളായിട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അറിയാത്തവൻ പിന്നെ വെട്ടിമുറിച്ച് വിറകാണെന്ന് പറഞ്ഞ ആൾക്കാരില്ലേ, അതിപ്പോൾ നമ്മളെ തേക്ക് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ വിറകാക്കണമെങ്കിൽ വിറകാക്കാം. ഇനി കാതിൽ ഊറ്റിക്കാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. വിറകായിട്ട് കാണുന്നവനക്ക് വിറകായിട്ട് കാണാം, അല്ലാത്തവന് അത് എന്ത് ചെയ്യുക, നല്ല വാല്യുവേഷൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ കഴിയും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു നോളജ് വേണമെന്നുള്ളതാണ്. പല ആൾക്കാരും ഞാൻ പല വീഡിയോ ഇടുമ്പോൾ വിറകാണത്, നമ്മളെ നാട്ടിൽ ഇതിന് വിറകാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ വീഡിയോ ഇടലുണ്ട്. അപ്പോൾ വിറകായിട്ട് കാണുന്നവർക്ക് വിറകായിട്ട് കാണാൻ കുഴപ്പമില്ല. അതിമെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ള ആൾക്കാർ അതിന് നോളജ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിമെന്ന് എത്രത്തോളം വാല്യുവേഷൻ ഉണ്ടാക്കാൻ പറ്റും അത്രത്തോളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അവിടെ ഡ്രമ്മിൽ ആ ഇട്ട് വെച്ച സാധനം അത് 2 മാസം അങ്ങനെ ഇട്ട് വെക്കൂട്ടോ. നല്ല ചീയണം. ചീഞ്ഞ സാധനം പിന്നെ 2 മാസത്തിന് ശേഷം തീ ഇട്ടിട്ട് ഇവിടെ ക്ലോസ് ചെയ്യും. മണ്ണ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇട്ടത് ക്ലോസ് ചെയ്യുക. ഇതിൻ്റെ അടപ്പാണ് ഇട്ടത്. ഈ അടപ്പ് ഇതിൻ്റെ മേലെ കയറ്റിക്കാണ്ട് ഈ സാധനം ആ ഡ്രമ്മിലേക്ക് ആക്കിക്കാണ്ട് വെക്കും, ഈ ഓട്ട. അപ്പോൾ ഇതിൽ കൂടെ നീരാവി എന്ത് ചെയ്യും, അയക്ക് വന്ന് ചാടുട്ടാ, ആ ഡ്രമ്മക്ക് വന്ന് ചാടും. പിന്നെ ഇവിടെ ഇങ്ങനെ തീ കൊടുക്കും. ये कितना दिन प्रोसीजर है? 1 महीना 15 दिन में अच्छा क्वालिटी निकलेगा, बाद में लो क्वालिटी निकलेगा. അപ്പോൾ രണ്ടാഴ്ചയിൽ നല്ല ക്വാളിറ്റിയുള്ള ഓയിൽ ഫസ്റ്റ് ക്വാളിറ്റി വരും. പിന്നെ അത് ഇങ്ങനെ നീട്ടി പോകും തോറും ക്വാളിറ്റി കുറഞ്ഞ ഓയിൽ കിട്ടും. ടോട്ടൽ കിतना 1 महीना ബോയിൽ കരേगा. 1 മാസം ബോയിൽ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ക്വാളിറ്റി കുറഞ്ഞ ഓയിൽ ഇങ്ങനെ കിട്ടും. ഫസ്റ്റ് കിട്ടുന്ന ഓയിലൊക്കെ നല്ല ക്വാളിറ്റി ആയിരിക്കും. അത് ബാച്ചായിട്ട് ഇങ്ങനെ വരും കേട്ടോ. ഇവിടെ തീ കൊടുക്കുക കണ്ടാണ്. फुल टाइम गरम करने के लिए चाहिए, 24 टाइम गरम करने चाहिए 24 आवर्स पूरा चलता है. ഓ, അപ്പോൾ 24 മണിക്കൂർ ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും കേട്ടോ. നമ്മൾ മറ്റേ ഫ്ലവർ കാര്യങ്ങളൊക്കെ ഊറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നിശ്ചിത ടൈമിൽ അതിൻ്റെ പരിപാടി കഴിയും. പക്ഷേ ഊതിൻ്റെ ഈ മരത്തുമെന്നായതുകൊണ്ട് തന്നെ ഹാർഡായിട്ടുള്ള സംഭവം ആയതുകൊണ്ട് കുറേ ടൈം വേണം കേട്ടോ. ഇവിടെ ഒരു പ്രത്യേകത ചെയ്ത് വെച്ചിരിക്കണം എന്താ വെച്ചാൽ പുറത്തേക്ക് ചൂട് വരാതിരിക്കാനേ ഈ സ്റ്റീൽ ഡ്രമ്മിൻ്റെ പുറത്ത് ഇങ്ങനെ മണ്ണ് പുരട്ടൊക്കെ വെച്ചിരിക്കണം കേട്ടോ. അടിപൊളി.